ഉമ്മയുടെ ദുആക്ക് ഉത്തരമുണ്ട്, ഉപ്പയുടെ ദുആക്കും ഉത്തരമുണ്ട്. ഏതെങ്കിലും ഒരു പിതാവ് അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ, മോനെ നിന്നെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് നമ്മുടെ ഉപ്പമാർ നമ്മളെക്കുറിച്ച് പറയുമോ? അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നോ, മോളെ നീ ഉപ്പയോട് ഉമ്മയോട് നന്മ കാണിച്ചവളാണ്, മോനെ നീ നിന്റെ ഉപ്പയോട് ഉമ്മയോട് ഗുണം ചെയ്ത മോനാണ്, നിന്നെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അല്ലദീ ലാ തദീഉ വദായിഉഹു, സൂക്ഷിക്കാൻ കൊടുക്കേണ്ടതെല്ലാം അവനെയല്ലേ കൊടുക്കേണ്ടത്, അള്ളാഹു സൂക്ഷിക്കുന്നത് നഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് നമ്മളെപ്പറ്റി പറയാൻ മാത്രം ജീവിതത്തിലെ സുഗന്ധം, ജീവിതത്തിലെ സുഹൃതം, ജീവിതത്തിലെ നന്മ നമ്മളിൽ എത്രമേരിൽ ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട നേരമാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നത് സജ്ജനങ്ങളിലേക്കാണ്. അല്ലാഹു നമ്മെ സജ്ജനങ്ങളാക്കി തരട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമയെ നൽകട്ടെ. അവരൊക്കെ നല്ലവരായി മാതാപിതാക്കളോട് ആദരവും ബഹുമാനവുമുള്ള ഇൽമുള്ള അച്ചടക്കമുള്ളവരായി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൊച്ചുനാളുകളിൽ തിന്മയുടെ എല്ലാ വഴികളും തുറന്നിടപ്പെടുന്ന ഒരു കാലഘട്ടം. തെറ്റുകളിലേക്കുള്ള എല്ലാ വാതായനങ്ങളും തുറക്കപ്പെട്ടിരിക്കുന്നു. ആരും അറിയില്ല, ഉമ്മ അറിയില്ല, വാപ്പ അറിയില്ല, കൂടെയുള്ള ആരും അറിയില്ല. തിന്മകളിലേക്കുള്ള എല്ലാ വാതായനങ്ങളും മലർക്കെ തുറക്കപ്പെടുമ്പോഴും അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി നമ്മൾ ഒന്നിരിക്കാം ഇൻഷാ അല്ലാഹ്. എഴുന്നേൽക്കാം. സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എഴുന്നേൽക്കാൻ പ്രയാസമില്ലാത്തവർ എന്താണെന്നറിയോ, ഒന്നൊരു ചോരോട്ടൊക്കെ വരാനും മുട്ടുകാലിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറാനും ഒരു ഉന്മേഷം ഉണ്ടാവാൻ, ഒരു കയ്യൊക്കെ ഒന്ന് പൊക്കിയാൽ മേലോട്ടൊന്ന് പൊക്കിയെന്ന് താഴ്ത്തി ഒരു 3 പ്രാവശ്യം ഒന്ന് ചെയ്താൽ ഒരു നല്ല റാഹത്ത് ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ റാഹത്ത് തോന്നണില്ലേ? അൽഹംദുലില്ലാഹ്. എന്നൊരു 3 സ്വലാത്ത് ചൊല്ലിയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. قولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കേണ്ട മുമ്പേ ആ പേഴ്സൊക്കെ ഒന്ന് എടുത്ത് നല്ല കായൊക്കെ ഒന്ന് എടുത്ത് വെക്കി. നമ്മുടെ പരിപാടിയുടെ ചെലവിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കുന്നില്ല ധൈര്യത്തിലാണ് ഇപ്പോൾ ഈ മൈക്ക് സെറ്റും ലൈറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും വീട്ടിലത്തെ ഒരു സൽക്കാര പരിപാടി അല്ലല്ലോ, നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്തു വെച്ച ഒരു പരിപാടിയാണ്. ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണ്ടാവും. ചിലപ്പോൾ ഇരുന്നോളി. പക്ഷെ എന്തായാലും കുറച്ച് കൂടുതൽ നന്നായിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ പറയണോ? കണക്കൊന്നും പറയണില്ല. നിങ്ങൾക്കും പഠിച്ചോ. അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ആ കൊടുത്തത് അൽഹംദുലില്ലാഹ് ഒരു കനത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ പഠിച്ചോനെ എന്ന് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അള്ളാഹു അവൻ്റെ ദീനിനെ സഹായിക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രവർത്തകന്മാരെ ബക്കറ്റുമായിട്ട് വരുമ്പോഴേ എല്ലാവരും ആരും വിട്ടുപോവാതെ ഇൻഷാ അല്ലാഹ് സഹായിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ കുറച്ച് കസേര നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഈ വലത് ഭാഗത്ത്, എൻ്റെ വലത് ഭാഗത്ത് ഈ സൈഡിൽ കുറച്ച് കസേരകൾ ഒഴിവുണ്ട്. റോഡിൽ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വന്നിരുന്നോളൂ. ചിലപ്പോൾ നിന്ന് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അവനെ പോലെ നിർബന്ധിക്കാൻ പാടില്ല. കസേര കിട്ടിയാൽ ഇരിക്കായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവർക്കൊരു അവസരമുണ്ട് എന്നറിയിച്ചതാണ്. യാ അല്ലാഹ്. മഹാനായ ഫഖീഹുൽ കൂഫ
കൂഫ കണ്ട പ്രഗൽഭനായ ഫഖീഹുണ്ട് ഇബ്രാഹീമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖീഹുൽ കൂഫ. ഇബ്രാഹീമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കൊന്ന് പരിചയപ്പെടണം. തത്വജ്ഞാനങ്ങളുടെ അറിവിന്റെ ഉറവകൾ ലോകത്തിന് സമ്മാനിച്ച ഒരു പണ്ഡിതൻ ഇബ്രാഹീമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി. രണ്ട് ഇബ്രാഹിമുമാരുണ്ട്, ഇബ്രാഹിം തൈമിയുണ്ട്, ഇബ്രാഹീമുൻ നഖഈയുണ്ട്. രണ്ടും ഒരേ കാലക്കാരാണ്. ഇബ്രാഹീമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി, മാഷാ അല്ലാഹ്, നമ്മുടെ വളണ്ടിയർമാരൊക്കെ വളരെ യങ് ആൻഡ് സ്മാർട്ട്സ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി തരട്ടെ, ആമീൻ. നമ്മൾ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഓരന്നെ പോകേണ്ടത്, ചെറിയ കുട്ടികൾ തന്നെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ വഴി റോഡൊന്നും ബ്ലോക്ക് ആവുന്നില്ലല്ലോ, അവിടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസം ഉണ്ടാവരുത്. ഇബ്രാഹീമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനുഭാവന്റെ പാണ്ഡിത്യത്തിന്റെ അപ്പുറത്ത് മഹാനുഭാവൻ കാണിച്ച സ്വഭാവ ഗുണങ്ങളുണ്ട്. തകല്ലം, ചില സദസ്സുകളിൽ വരുമ്പോ മഹാൻ രണ്ട് വാക്ക് പറയും. വലൗ വജദ്തു ബുദ്ധൻ മാ തകല്ലംത്, അവിടെ അനിവാര്യമായും ഞാൻ സംസാരിക്കേണ്ടതില്ലായിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുമായിരുന്നില്ല. فإن زمانا نكون فيه فقيه الكوفة لا زمان سوء. കൂഫ എന്നത് ഇറാഖിലെ പ്രൗഢമായ ഇസ്ലാമിക നാഗരികത പൂത്തുലഞ്ഞ ഒരു നഗരിയാണ് കൂഫ. കൂഫ കണ്ട ലോകപ്രസിദ്ധനായ ആലിം പറയുന്നു, ഇന്ന സമാനൻ അകൂനു ഫീഹി ഫഖീഹൽ കൂഫ, കൂഫയുടെ കർമ്മശാസ്ത്ര പണ്ഡിതൻ, കൂഫയിലെ വലിയൊരു പണ്ഡിതൻ എന്ന് എന്നെപ്പറ്റി പറയപ്പെടുന്ന ഒരു കാലം ലസമാനു സൂ, മോശപ്പെട്ട കാലമാണ് എന്ന്, സ്വന്തത്തെ ഒന്നുമല്ല എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഇബ്രാഹീമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ പറയാണ്, ഇപ്പോഴത്തെ വലിയ പണ്ഡിതൻ ഞാൻ തന്നെയാണ് എന്ന് എന്നെപ്പറ്റി ആളുകൾ പറയുകയാണെങ്കിൽ ലസമാനു സൂ, ഇത് എത്ര മോശപ്പെട്ട കാലമാണ്, ഞാൻ എന്ത്. ഇമാം ഷാഫി തങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കുണ്ട്, വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്. ഇമാമുന ഷാഫി തങ്ങൾ പറയാം, ജനങ്ങൾ ഞാൻ ലോകത്തിന് സമ്മാനിച്ച കർമ്മശാസ്ത്ര മസ്അലകൾ ജനങ്ങളൊക്കെ പഠിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, എന്റെ പഠനമാണ്. ജനങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണെന്ന് ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകത. ഉലമാ ഉൽ ആഖിറ അങ്ങനെയാണ്. മഹാനവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാമ അമശ് എന്നവർ പറയാം, ഇബ്രാഹീമുൻ നഖഈ തങ്ങൾ ഖുർആൻ ഇങ്ങനെ വെച്ച് ഓതുമ്പോ ഒരാൾ മഹാനെ കാണാൻ വേണ്ടി വരുന്നു. ഉടനെ മുസ്ഹഫ് അങ്ങ് പൂട്ടി വെച്ചു. അമശ് എന്നവർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ പൂട്ടി വെച്ചതെന്ന് ചോദിച്ചു. ഞാൻ ഏതു നേരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയെന്ന് ഇയാൾ വിചാരിക്കണ്ട. അതിനെന്നെ നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ എന്താ പരിപാടി? ഇടങ്ങണ്ണോടൊക്കെ നോക്കും, വരുന്നുണ്ടല്ലേ, എന്നിട്ട് 4 പേജ് ഓതിയിട്ട് നിങ്ങളിപ്പോൾ എപ്പോഴേ വന്നത്, ഇവിടെ കാണായിട്ടൊന്നുമല്ല, എന്നാലും ഞാൻ ഓതുന്ന ആളാന്നാണ്, കണ്ടോട്ടെ. സുബ്ഹാന ജല്ല ജലാലു. മഹാന്മാർ പൂട്ടി വെക്കുന്നതാണ്. ആരെങ്കിലും വരുന്ന കണ്ടാൽ തന്നെ ഞാൻ ദിക്റിൽ കുത്തിരിക്കുകയാണ്, ഞാനിങ്ങനെ തസ്ബീഹ് പിടിച്ച് നടക്കുന്ന ആളാണ്, ഇതൊന്നും ആരും എന്നെ പറ്റി പറയണ്ട, എൻ്റെ അമൽ ഞാനും അല്ലാഹുവും തമ്മിലാണ്, ഇത് പടച്ചവന് വേണ്ടി ചെയ്യുന്ന അമലല്ലേ എന്ന് ചിന്തിച്ചിരുന്ന ഒരു മഹാത്മ്യം. അതൊരു വല്ലാത്ത ചിന്തയാണ്, അതൊരു സുഹൃതമാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, യംബഗീ ലിമൻ ലാ യഹ്സൻ അൻ യഖാഫ അൻ യകൂന മിൻ അഹ്ലിൻ നാർ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. സങ്കടപ്പെടണം, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സങ്കടം വരണം, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ മനസ്സ് വിങ്ങണം. അങ്ങനെ ഈ ലോകത്ത് സങ്കടപ്പെടാൻ കഴിയാത്തവർ അല്ലാഹുവിനെ ഓർത്തിട്ടോ
അവര് പേടിക്കണം, നരകവാസികളിൽ പെടുമോ എന്ന് പേടിച്ചു പോകണം. എന്തുകൊണ്ട്? സ്വർഗവാസികൾ പറയുന്നുവല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നീയാണല്ലോ ഞങ്ങളുടെ സങ്കടം എടുത്തു കളഞ്ഞത്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അദ്ഹബ അന്നൽ ഹസൻ, സങ്കടം എടുത്തു കളഞ്ഞപ്പോഴാണ് സ്വർഗത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുന്നവർ നാളെ പരലോകത്ത് നരകത്തിൽ പെടുമോ എന്ന് പേടിക്കണമെന്ന് മഹാനായ ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി. വയംബഗി ലിമൻ ലാ യുശ്ഫിഖു അൻ യഖാഫ് അല്ലാ യകൂന മിൻ അഹ്ലിൽ ജന്ന. നാളെ പരലോകത്തെക്കുറിച്ച് ഭയപ്പാടില്ലാത്തവർ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് തോന്നേണ്ടതില്ല. കാരണം സ്വർഗവാസികൾ എന്തുകൊണ്ട് സ്വർഗത്തിലെത്തി എന്ന് ചോദിക്കുമ്പോൾ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. അവർ പറയുന്നു, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു, അല്ലാഹുവിനെ പേടിച്ചവരായിരുന്നു. ആ പേടി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടെത്തിയത്. അല്ലാഹുവിനെ പേടിക്കണം. NRC ആണ് ഇപ്പൊ പേടി. അള്ളാഹിനെ പേടിക്കുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? പടച്ചതമ്പുരാനെ പേടിക്കുന്നുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, നിങ്ങൾ അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ ഗൗനിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ ഗൗനിക്കുന്നുണ്ടോ? എല്ലാറ്റിലും അപ്പുറം എൻ്റെ രക്ഷിതാവ്, എൻ്റെ വിശ്വാസത്തിനപ്പുറം ഒന്നുമേ ഇല്ല എന്ന് മനസ്സുകൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുകയാണ് സ്വഹാബിയായ 16-കാരനായിരുന്ന മഹാനായ ദിൽബിജാദൈൻ റളിയല്ലാഹു അൻഹു. പാവമായൊരു ചെറുപ്പക്കാരൻ, ഒരു 16-കാരൻ, നമ്മുടെ +2 വിദ്യാർത്ഥികളുടെ പ്രായമല്ലേ ആയിട്ടുള്ളൂ. അമ്മാവൻ മുതലാളിയാണ്. മക്കയിലാണ് സംഭവം. അമ്മാവൻ മുതലാളിയാണ്. അമ്മാവൻ കൊടുക്കുന്ന അന്നമല്ലാതെ അന്ന് അബ്ദുൽ ഉസ്സ എന്ന് വിളിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരന്, ഈ ചെറുപ്പക്കാരന് ഭക്ഷണമില്ല. അമ്മാവൻ കൊടുക്കുന്ന വസ്ത്രമാണ് വസ്ത്രം. അമ്മാവൻ കൊടുക്കുന്ന തുണ്ട് കാശാണ് സമ്പാദ്യം, വേറെ ഒന്നുമില്ല. അമ്മാവന്റെ തണലിലാണ്. അമ്മാവനാണെങ്കിലോ കൽവിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആള്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഇസ്ലാമുമായി വന്ന് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ ചെറുപ്പക്കാരനായ 16-കാരൻ ചിന്തിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, മദീനയിലേക്ക് എത്തണം. 16-കാരൻ അന്ന് ചിന്തിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചാ. നമ്മളെ 16-കാരൊക്കെ ഗേൾഫ്രണ്ടിനെ കിട്ടുമെന്നപ്പോൾ ആലോചിച്ചു കൊണ്ടത്. സുബ്ഹാന ജല്ല ജലാലുഹു, എന്തൊരു വലിയ മാറ്റം. നമ്മുടെ 16 വയസ്സുള്ള മക്കളൊക്കെ വീട്ടിലേക്ക് ലേറ്റായിട്ടാണ് വരുന്നത്. 11, 12, 1, 2 മണിക്ക്. ഉമ്മാക്ക് ചോദ്യം ചെയ്യാൻ ധൈര്യമല്ല, വാപ്പ ഗൾഫിലുമാണ്. അങ്ങനെ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. അള്ളാഹു കാവലിലാക്കട്ടെ, അള്ളാഹു സജ്ജനങ്ങളെ ചേർത്തി തരട്ടെ. ഇതിൻ്റെ അത്ഭുതം എന്താ വെച്ചാൽ, ഈ കുരുത്തക്കേടൊക്കെ കളിച്ച് കളി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മനസ്സിലാവും ഇതിലൊന്നും ഒന്നുമില്ല, വെറുതെ കള്ളും പെണ്ണുമായിട്ട് ചെലവഴിച്ചു കാലം. എന്തേ ഇപ്പം കിട്ടിയത്? കുറേ സങ്കടം, തകർച്ച, പരാജയം. അപ്പോ അന്ന് കുരുത്തക്കേട് കളിക്കണ ആ പ്രായം, ഇപ്പൊ പ്രായമുള്ള കൊച്ചുമക്കൾ ഇതിലേക്ക് പോകുമ്പോൾ അവർക്ക് കണ്ണുകൊണ്ട് നോക്കി പറയാൻ കഴിയും, മക്കളെ പോകല്ലേ, നമ്മളൊക്കെ കളി കഴിഞ്ഞിരിക്കുകയാണ്, ഇതിലൊന്നുമില്ല മക്കളെ, ജീവിതം നശിപ്പിക്കല്ലേ, ആഖിറം നശിപ്പിക്കല്ലേ, ആത്മാവിന്റെ വെളിച്ചം കെടുത്തല്ലേ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ കഴിയില്ല. വിരല് ചൂണ്ടുമ്പോ നിങ്ങൾ ഉണ്ടണ്ട, നിങ്ങളെ പഴയ കഥ നമുക്കറിയാം, നിങ്ങൾ പറയരുത്, നിങ്ങളല്ലേ മറ്റുള്ള ഒളിച്ചോടിച്ചത്. അപ്പൊ പണ്ടത്തെ കുരുത്തക്കേടൊക്കെ മക്കൾക്ക് ഇപ്പോൾ ഓർമ്മ വരും. അപ്പൊ പിന്നെ പറയാൻ വയ്യ, ഉപദേശിക്കാൻ കഴിയാതെ കുടുങ്ങുകയാണ് നമ്മുടെ കാരണവന്മാർ. പടച്ചവനെ, വല്ലാത്തൊരു ഫിത്നയാണത്. അള്ളാഹു ഉമ്മത്തിനെ സംസ്കരിക്കട്ടെ, അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തി തരട്ടെ. ദിൽബിജാദൈൻ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു ഉപ്പയോട് പറഞ്ഞു, യാ അമ്മാ, പിതാവിന്റെ ജ്യേഷ്ഠനാണ്, ഒപ്പം മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ മൂത്താപ്പ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നത്? എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കൊതിയായിട്ടുണ്ട്. നീ ഇസ്ലാം സ്വീകരിക്കേ. എൻ്റെ മൂത്താപ്പ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എത്ര കാലമാണ് നിങ്ങൾ ഈ ബിംബങ്ങളുടെ മുമ്പിൽ ആരാധിക്കുന്നത്?
സ്രഷ്ടാവായ ഏകനായ സർവേശ്വരനായ കണ്ണുകൾക്കതീതനായ എന്നാൽ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഓരോ ചെറുകണിക പോലും വിരൽ ചൂണ്ടുന്ന അദൃശ്യനായ സ്രഷ്ടാവിനെ വിശ്വസിക്കാൻ എന്താണ് എൻ്റെ മുത്താപ്പ നിങ്ങൾക്ക് പ്രയാസം? ആമന്തു ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ച മുസ്ലിമാൻ. നീ മുസ്ലിമോ? നിന്റെ ദേഹത്തെ വസ്ത്രം ഞാൻ അഴിച്ചെടുക്കും, ഞാൻ തന്ന കാശ് തിരിച്ചുതാ, നിന്നെ ഞാൻ പട്ടിണിക്കിടും. എന്റെ അമ്മ, എന്റെ മുത്താപ്പ, നിങ്ങൾ വേണ്ടതെടുത്തോളൂ, എന്നാലും ഞാൻ എന്റെ വിശ്വാസം കൈവിടുകയില്ലെന്ന് പറഞ്ഞ് ആ മഹാനായ ദിൽബിജാദൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വസ്ത്രം ഓരോന്നഴിച്ചു മാറ്റിയിട്ട് ആ 16കാരൻ ഉമ്മയുടെ അരികത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാ, വിഗ്രഹാരാധന ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്തു കഴിഞ്ഞു. ഉമ്മ, എനിക്ക് വസ്ത്രമില്ല, ഞാൻ പോവുകയാണ്. ലോകത്തിന് വെളിച്ചമായി വന്ന, അല്ലാഹുവിൻ്റെ കരുണയായി വന്ന അർ-റഹ്മത്തുൽ മുഹ്ദാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് കരുണയായി വന്ന എൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക്, മദീനയിലേക്ക് ഞാൻ പോവുകയാണുമ്മ. എനിക്ക് കൊതിയുണ്ട്, എനിക്ക് വസ്ത്രമില്ലല്ലോ. വീട്ടിൽ താഴെ വെച്ചിരുന്നൊരു കരിമ്പടമുണ്ട്, ഒരു കരിമ്പടം, ഒരു കാർപ്പറ്റ്, കാല് ചവിട്ടി ചെളി തേച്ച് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടി ഇട്ട കരിമ്പടം. അതാണ് ബിജാദ്. കിസ, ഒരുതരം പരുക്കൻ പുതപ്പ് പോലെ തോന്നും. ഉമ്മ പറഞ്ഞു, മോന് വസ്ത്രമായി നൽകാൻ ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഈ ചവിട്ടി ഞാൻ നിനക്ക് മുറിച്ചു തരട്ടെ. അതിലൊരു ഭാഗം നീ അരമുണ്ടായിട്ടുടുത്തോ, ബാക്കി അരഭാഗം നീ തോളിൽ വെച്ച് പുതച്ചു. മോനെ, നിനക്ക് ഷർട്ടിന്റെ കയ്യിലില്ല, നിനക്കൊരു പാൻസോ ഒരു മുണ്ടോ തരാൻ എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് ആ വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു കരിമ്പടം 2 കഷ്ണമായി പകുത്തുകൊടുത്ത് മോനെ ധരിപ്പിച്ച് ഉമ്മ പറഞ്ഞു, മോനെ, ഞാനോ നിന്റെ ഉപ്പയുടെ മരണത്തിന് ശേഷം ഒറ്റക്കാണ്. നിന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഈ തണലിലെ ഉമ്മാക്ക് നിൽക്കാൻ കഴിയൂ. മോൻ സത്യം ബോധ്യപ്പെട്ടില്ലേ? മോൻ രക്ഷപ്പെട്ടോ? അങ്ങനെ മദീനയിലേക്ക് നാടുവിട്ടു. 16കാരൻ. നമ്മുടെ കുട്ടികളൊക്കെ ഉമ്മാനോട് തെറ്റിയിട്ട് ബാംഗ്ലൂർക്ക് നാടുവിടലുണ്ട്, മദ്രാസ്ക്കൊക്കെ, ബോംബെക്കൊക്കെ. അത് ഉമ്മ വയസ്സൊന്നില്ല എന്ന് പറഞ്ഞിട്ടാ, ഉമ്മനെ ടൂറിന് പോകാൻ വിട്ടിട്ടില്ല. ഈ പോക്ക് അതിനല്ല, സത്യം കണ്ടെത്താനുള്ള യാത്രയാണ്. എന്താണ് അന്നത്തെ കാലത്തെ കുട്ടികളുടെ മനസ്സിന്റെ പക്വതയെന്ന് ആലോചിച്ചു നോക്കി മുഅ്മിനെ. എന്താണ് ആ പക്വത? എന്തായിരിക്കും അവരുടെ ചുറ്റുപാടുകളുടെ ഒരു വെളിച്ചം എത്രയായിരിക്കുമെന്ന്? അഷ്റഫുൽ ഖൽഖിനെ തേടി മദീനയിലേക്ക് യാത്രയാവുകയാണ് ദിൽബിജാദൈൻ റളിയല്ലാഹു അൻഹു എന്ന 16കാരൻ. നബിയുടെ മദീന വരെ നടക്കുകയാണ്. 10-15 ദിവസം നടക്കണം. നടന്നെത്തി തളർന്ന് ഹബീബിന്റെ പള്ളിയിൽ ഒരൊറ്റ വീഴലാണ്. അന്ന് പള്ളി എന്ന് പറഞ്ഞാൽ മണലല്ലേ, കാർപ്പറ്റും AC ഒന്നും ഇല്ലല്ലോ. അങ്ങോട്ട് വീണവിടെ. സുബഹിന്റെ മുമ്പാ എത്തിയത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വരുന്നു. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കാണാത്ത ഒരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഉദുനു മിന്നി, എൻ്റെ അരികത്തേക്ക് ഇങ്ങോട്ട് വാ. ആരായത്? നിങ്ങൾ ആരാണ്? അന അബ്ദുൽ ഉസ്സ, എൻ്റെ പേര് അബ്ദുൽ ഉസ്സയാണ് നബിയെ, എൻ്റെ പേര് അബ്ദുൽ ഉസ്സയാണ്. ഉസ്സാന്റെ അടിമ. ഉസ്സ അവരുടെ ഒരു ദേവിയുടെ പേരാണ്. മക്കക്കാരുടെ ദേവിമാരുണ്ട്, ലാത്ത, ഉസ്സ, മനാത്ത്, ഇതൊക്കെ ദേവികളാണ്. അബ്ദുൽ ഉസ്സ, ഉസ്സ ദേവിയുടെ അടിമ. തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ അബ്ദുല്ലാഹി ദിൽ ബിജാദൈൻ, നിങ്ങളുടെ പേരതാണ്. ഇന്നു മുതൽ നിങ്ങൾ ദിൽ ബിജാദൈൻ, 2 പുതപ്പിൻ കഷ്ണങ്ങളുടെ ആള് എന്നാണ് ദിൽ ബിജാദൈൻ എന്ന വാക്കിനർത്ഥം. 2 പുതപ്പിൻ കഷ്ണങ്ങൾ അണിഞ്ഞവൻ. നിങ്ങളുടെ പേര് അബ്ദുള്ളയാണ്. ഉസ്സയുടെ അടിമയല്ല, അള്ളാഹുവിന്റെ അടിമയാണ്. അരികത്തേക്ക് വാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികത്തേക്ക് വിളിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദിൽ ബിജാദൈൻ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്, പേടിക്കണ്ട.
എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാം, എനിക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്കും തരും. തബൂക്ക് യുദ്ധമാണ് രംഗം. തബൂക്കിലേക്ക് പോവുകയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങള്. മഹാനായ സ്വഹാബി ചോദിച്ചു, നബിയേ ഉദ്ഉല്ലാഹ ലീ ബിശ്ശഹാദ, നബിയേ എനിക്ക് രക്തസാക്ഷിത്വം വേണം, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. തബൂക്കിൽ എനിക്ക് ഷഹീദാം. തബൂക്ക് ഹബീബിന്റെ ജീവിതത്തിൽ അവസാനത്തെ ഗസ്വയാണ്, തങ്ങളെ സംബന്ധിച്ച ഒരു യുദ്ധം, അവസാനത്തേത്. അത് യുദ്ധം നടന്നിട്ടില്ല, പക്ഷെ യുദ്ധമുണ്ടാകുമെന്ന ഭീതിയിൽ മദീനയിലേക്ക് ശത്രുക്കൾ വരാതിരിക്കാൻ മദീനയുടെ പുറത്തു ചെന്ന് ശത്രുക്കളെ, റോമക്കാരെ നേരിടാൻ വേണ്ടി പോയ ജയ്ഷുൽ ഉസ്റയാണ്, കഷ്ടകാലത്ത് പോയ സൈന്യമാണ്, കഷ്ടപ്പാടിന്റെ സൈന്യമാണ് തബൂക്കിലേക്ക് പോകുന്നത്. നബിയോട് ദിൽ ബിജാദൈൻ പറയാ റളിയല്ലാഹു അൻഹു, 17 വയസ്സാവുന്നുള്ളൂ. ഹബീബേ എനിക്ക് അല്ലാഹുവിൻ്റെ അരികത്തേക്ക് പോകണം, എനിക്കെന്തെങ്കിലും ദീനിന് വേണ്ടി, മദീന ഈ രാജ്യത്തിന് വേണ്ടി, എൻ്റെ കൂടെയുള്ള പിഞ്ചുമക്കളുടെ, ഉമ്മമാരുടെ, സഹോദരിമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്കൊരു സമർപ്പണം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിനോട് എനിക്ക് ഷഹാദത്ത് തരാൻ പറയുമോ നബിയെ? ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി ഉഹർരിമു ദമഹു അലൽ കുഫാർ. അല്ലാഹുവേ ദിൽ ബിജാദൈനിയെ ഒരവിശ്വാസിയുടെ കരങ്ങളെ കൊണ്ടും ആക്കരുതേ അദ്ദേഹത്തിന്റെ മരണം, ആ ചെറുപ്പക്കാരന്റെ മരണം ഒരു കുഫറിന്റെ ശക്തിയെ കൊണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്തപ്പോ ആ കൊച്ചുമോൻ പറഞ്ഞു, 16കാരൻ പറഞ്ഞു, ലൈസ ഹാദാ അറത്, നബിയേ ഞാൻ ഇതല്ലല്ലോ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങി. ഇന്നക ഇദാ ഖറജത ഗാസിയാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയും ഫഅഖദത്കൽ ഹുമ്മാ ഫഖതലത്ക, നിങ്ങൾക്ക് പനി പിടിച്ച് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷഹീദാണ്, നിങ്ങൾ ഷഹീദാണ്. ഔ വഖസത്ക ദാബതുക ഫഅൻത ഷഹീദ്, നിങ്ങളുടെ ഒട്ടകം നിങ്ങളെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് ഷഹീദിന്റെ കൂലിയാണ്. നോക്കണം, തങ്ങളെപ്പോഴും ആ പ്രാർത്ഥനയുടെ ഫലം ആദ്യം ദുആ ചെയ്തത് ഒരു കാഫിറിനും ദിൽ ബിജാദൈനിയുടെ രക്തം ഒലിപ്പിക്കാൻ അവസരം കൊടുക്കരുതേ. തബൂക്കിലെത്തി ഒരൊട്ടകത്തിന്റെ പുറത്ത് നിന്ന് മഹാനവറുകൾ താഴെ ഇറങ്ങുമ്പോ ആ ഒട്ടകം കാലുകൊണ്ട് തട്ടി മഹാനായ സ്വഹാബി അവിടെ വഫാത്താവുകയാണ്. തങ്ങൾ പറഞ്ഞു കൊടുത്തു, പനി പിടിച്ചു മരിച്ചാലും ഒട്ടകത്തിന്റെ കാല് തട്ടിയിട്ട്, മൃഗം പിടഞ്ഞിട്ട് നിങ്ങൾ മരിക്കുകയാണെങ്കിലും ഷഹീദാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിൽ ബിജാദൈനിയെ കാണാൻ വരുന്നു തബൂക്കിൽ. ഹബീബായ തങ്ങളുടെ കൂടെയുണ്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്നിയാ ഇലയ്യ അഖാകുമാ, ഉമറേ അബൂബക്കറേ നിങ്ങളുടെ കൂട്ടുകാരൻ 16 വയസ്സുകാരനായ ദിൽ ബിജാദൈനിയെ എൻ്റെ അരികത്തേക്കൊന്ന് കൊണ്ടുവരേണമേ. ആ പൊന്നുമോനെ കഫൻ ചെയ്തു. ഹബീബായ നബി തങ്ങൾ ആ പൊന്നുമോനെ ഖബറിലേക്ക് വെക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി ഖദ് അംസൈതു അൻഹു റാദിയാ ഫർള അൻഹു. അല്ലാഹുവേ ഈ പൊന്നുമോനെ എനിക്ക് ഇഷ്ടമാണ്, നീയും ഇഷ്ടപ്പെടണമേ അല്ലാഹ്. അതിലും വലിയൊരു ദുആനെ കിട്ടാനുണ്ടോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കൊതിച്ചുപോയി ദിൽ ബിജാദൈനി എന്ന ആ ചെറുപ്പക്കാരൻ കിടക്കുന്ന ലഹദ്, ആ ഖബറിനുള്ളിൽ ആ ചെറുപ്പക്കാരന് പകരം എന്റെ ശരീരമായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. ഞാനാണെങ്കിലോ ദിൽ ബിജാദൈൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ 17 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. പക്ഷേ എനിക്ക് കൊതിയായി പോയി. ഹബീബിന്റെ ദുആ നോക്കൂ, അല്ലാഹുമ്മ ഇന്നി ഖദ് അംസൈതു അൻഹു റാദിയാ, പടച്ചവനെ ഞാൻ ഈ പൊന്നുമോനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫർള അൻഹു നീയും ഇഷ്ടപ്പെടണമേ. അല്ലാഹുവിന്റെ ഇഷ്ടല്ലേ വേണ്ടത്, അല്ലാഹുവിന്റെ റിളാ അല്ലേ വേണ്ടത്, വേറെന്താ വേണ്ടത്? അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടട്ടെ. സ്വഹാബി പറയാൻ, കൊതിച്ചുപോയി ഞാനായിരുന്നു ദിൽ ബിജാദൈനിയെങ്കിൽ എന്ന് കൊതിച്ചുപോയി എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ.
ഹബീബായ നബി തങ്ങൾ പൊരുത്തപ്പെട്ട ഒരാൾ, മുത്തുനബി തങ്ങൾ എന്നെയും നിങ്ങളെയും കാണുമെങ്കിൽ ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ചിന്തകളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഏർപ്പാടുകളും നമ്മുടെ കച്ചവടവും നമ്മുടെ തൊഴിലും നമ്മുടെ നിസ്കാരവുമെല്ലാം നമ്മുടെ ഹബീബെങ്ങാനും കൂടെ നിന്ന് കാണുകയാണെങ്കിൽ നമ്മളെ അല്ലാഹുവിൻ്റെ ഹബീബ് ഇഷ്ടപ്പെടുമോ? ഇത് ചിന്തിക്കണമെന്നാണ്. നിസ്കരിക്കുമ്പോഴേ മുത്തുനബി തങ്ങൾ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. തങ്ങളുടെ മുമ്പ് നമ്മൾ നിസ്കരിക്കണത് അല്ലാഹു ഫൗഖ സബ്അ സമാവാത്ത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുമോ? മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നമ്മെ ഹബീബിന് ഇഷ്ടമാകുമോ? അല്ലാഹുമ്മ ഇന്നി ഖദ് അംസൈതു അൻഹു റാദിയാ ഫർദ അൻഹു. അല്ലാഹുവേ, ഞാൻ ഈ പൊന്നുമോനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീയും സ്വീകരിക്കണമേ എന്ന് മഹാനായ ദിൽ ബിജാദൈൻ എന്ന 16കാരന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹു നമ്മെ അവന്റെ റിളാ ലഭിക്കുന്നവരിൽ അല്ലാഹു ചേർത്തിത്തരട്ടെ. യമനിൽ നിന്ന് വരുന്നൊരു യാത്രാ സംഘം മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ യാത്രാ സംഘത്തിലുണ്ട് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പേരാണ് ഹുദൈർ റളിയല്ലാഹു അൻഹു. ഹുദൈർ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ഹബീബായ നബി തങ്ങളും ചേർന്ന് യമനിലെ നിവേദക സംഘത്തെ സ്വീകരിച്ച് അവരെ യാത്ര അയക്കുന്നു. യാത്ര അയക്കുമ്പോൾ അവരോരോരുത്തർക്കും ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് യാത്രയിൽ ഭക്ഷണം വേണം, ഭക്ഷണം കൊടുത്തയക്കും. കാരക്ക കൊടുക്കും, ഈത്തപ്പഴം കൊടുക്കും. അപ്പോ ഹുദൈർ റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിന്റെ ബാക്കിലാണ്. മഹാനവറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ നിഅമസ്സാദുഹു വയാ റബ്ബ് നിഅമസ്സാദുഹു വയാ റബ്ബ്. മഹാനായ ഹുദൈർ റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിന്റെ പിറകിലാണ്. അദ്ദേഹം ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, ആരാധിക്കപ്പെടാൻ അർഹനായവൻ, ആരാധനക്കർഹതയുള്ളവൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. വല്ലാഹു അക്ബർ. നീയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമസ്യ, നീയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയം, നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ചർച്ച. നിന്നെ വായിക്കപ്പെടുന്ന ലോകമാണ് പുസ്തകം, ആ പുസ്തകമാണ് നിന്നെ വായിക്കപ്പെടുന്ന പുസ്തകമാണ് ഈ പ്രപഞ്ചം. എല്ലാ വസ്തുക്കളും നിന്നിലേക്ക് ചൂണ്ടുന്നുവല്ലോ റബ്ബേ. സുബ്ഹാനല്ലാഹ്, നീ എത്ര പരിശുദ്ധനാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നവനെ. വൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും നിനക്കാണ് അല്ലാഹുവേ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ തരുന്ന കഴിവല്ലാതെ റബ്ബേ ഒരു കഴിവുമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു കൊണ്ട് മഹാൻ പറയുന്നുണ്ട്, നിഅമസ്സാദുഹു വയാ റബ്ബ്. അല്ലാഹുവേ, ഇതെത്ര നല്ല ഭക്ഷണമാണ്, ഇതെത്ര നല്ല ഭക്ഷണമാണ്. ഇത് റൂഹിന്റെ ഭക്ഷണമാണ്, ഇത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ദിക്ർ ആത്മാവിന്റെ ഭക്ഷണമാണ്. നമ്മൾ ശരീരത്തിന് ഭക്ഷണം കൊടുക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, 10 മണിക്ക് വേറൊന്ന്, ഉച്ചയ്ക്ക് വേറൊന്ന്, 4 മണിക്ക് വേറൊന്ന്, മഗ്‌രിബ് കഴിഞ്ഞാലൊന്ന്, ഇശ കഴിഞ്ഞാൽ ഉറങ്ങാൻ നേരത്ത് വേറെ ഭക്ഷണം. എത്ര ഭക്ഷണമാണ് കൊടുക്കുന്നത് റബ്ബേ. എന്തിനെന്നറിയോ? ഈ മണ്ണിൽ കൊണ്ടുപോയി വെക്കാനുള്ള ഈ തടിക്ക്. പക്ഷെ നമ്മുടെ റൂഹിന് നമ്മൾ എത്ര ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എത്ര ദിക്ർ ചൊല്ലുന്നുണ്ട്, എത്ര തവണ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് നമ്മൾ. ആത്മാവ് അള്ളാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ്. അതിന് അള്ളാഹുവിനെ അള്ളാഹുമായി കണക്ഷൻ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എൻ്റെ പൂർവ്വ പ്രവാചകന്മാരായ എൻ്റെ കൂട്ടുകാരായ നബിമാർ ലോകത്ത് പഠിപ്പിച്ചതിൽ വെച്ച് ായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മഹാനായ ഹുദൈർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ല വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ചൊല്ലി യാത്രാ സംഘത്തിന്റെ ഏറ്റവും ബാക്കിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിക്ക് മാത്രം സമ്മാനം കൊടുക്കാൻ തങ്ങൾ മറന്നുപോയി.
തങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ല. മുമ്പിൽ വന്നവരൊക്കെ വാങ്ങിച്ചു പോയി. ഇവര് കച്ചവട യാത്രാ സംഘത്തിന്റെ ഏറ്റവും ബാക്കിൽ അവർ യമനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവര് ദിക്റിലാണ്. അല്ലാഹുവേ, ഞാൻ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എത്ര നല്ല ഭക്ഷണമാണ്, ആത്മാവിന്റെ ഭക്ഷണം. ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിയാണ് അല്ലേ? ഒന്ന് ചൊല്ലി നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചൊല്ലുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹുദൈർ റളിയല്ലാഹു അൻഹു നിഅമസ്സാദു ഹുവ യാ റബ്ബ്. എത്ര നല്ല ഭക്ഷണമാണ് റബ്ബേ നീ എനിക്ക് തന്നത് എന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഹുദൈർ റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിന്റെ ബാക്കിലുണ്ട്. നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നില്ലേ? ഹബീബിനോട് പറഞ്ഞുവല്ലോ, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നല്ലാഹ യുഖ്രിഉക സലാം. അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട് നബിയേ. ഹബീബേ, അങ്ങയുടെ യാത്രാ സംഘത്തിൽ, നിവേദക സംഘത്തിൽ, അങ്ങയെ കാണാൻ വന്ന സംഘത്തിൽ ഒരാൾക്ക് നബിയെ നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല നബിയെ, അങ്ങയുടെ സമ്മാനം കിട്ടിയിട്ടില്ല നബിയെ. അവരുടെ പേരാണ് ഹുദൈർ. അവർ ചൊല്ലുകയായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിഅമസ്സാദു ഹുവ യാ റബ്ബ്. ഇത് എത്ര നല്ല ഭക്ഷണമാണ് റബ്ബേ എന്ന് ആ യാത്രാ സംഘത്തിന്റെ പിറകിൽ നിൽക്കുന്ന ഹുദൈർ റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾ കൊടുത്തിട്ടില്ല നബിയേ. അതുകൊണ്ട് ഉടനെ ഒരാൾ അയക്കണം, ആ സ്വഹാബിയോട് പറയണം, നിങ്ങൾക്ക് ഞാൻ തരാൻ മറന്നുപോയി, എന്നെ അല്ലാഹു ഓർമ്മിപ്പിച്ചു, ജിബ്രീലായ ഞാൻ അവരോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം നബിയേ. അങ്ങവർക്ക് സമ്മാനം കൊടുക്കാൻ മറന്നുപോയോ നബിയേ? സമ്മാനം കൊടുക്കിൻ, അവരെ മറന്നുപോവല്ലിൻ. നോക്കണം, ഒരു സംഘാടകൾ വന്നപ്പോഴേ ഒരാളെ മറന്നുപോയപ്പോ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നബിയെ മറക്കല്ലും കേട്ടോ. അതിഥികൾ വരുമ്പോഴേ അതിഥികൾക്കൊരു സമ്മാനം കൊടുക്കുന്നത് ഹബീബിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഥികളെ സന്തോഷിപ്പിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവർ അതിഥികളെ ബഹുമാനിക്കണേ എന്ന് പരിശുദ്ധ ഹബീബ് പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് മറന്നുപോയി, ആരോർമ്മിപ്പിച്ചു? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആരാ സലാം കൊടുത്തയക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങൾ ഒരു കുതിരപ്പുറത്ത് ഒരു സ്വഹാബിയെ ഉടനെ പറഞ്ഞയച്ചു. അവരൊത്തിരി ദൂരം യാത്ര ചെയ്തെത്തിയിട്ടുണ്ട്. സ്വഹാബി ഓടിച്ചെന്ന് പറഞ്ഞു, നിങ്ങളിൽ ഹുദൈറുണ്ടോ? ഹുദൈർ എവിടെ? ഹുദൈർ പറഞ്ഞു, ദാ ഹുദൈർ ബാക്കില്. ഹുദൈർ റളിയല്ലാഹു അൻഹു, ഹുദൈറേ, നിങ്ങളുടെ വിഷയം അല്ലാഹുവിന്റെ റസൂല് മറന്നുപോയതാണ്, നിങ്ങൾക്കൊന്നും തന്നില്ലല്ലേ ഹബീബായ നബി? അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കുകയും നിങ്ങളുടെ വിഷയം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദിക്ർ ചൊല്ലുകയായിരുന്നുവെന്ന് അല്ലാഹുവിനറിയാം. നിങ്ങൾ ചൊല്ലിയിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ, നിഅമസ്സാദു ഹുവ യാ റബ്ബ്. അല്ലാഹുവേ, ഇത് എത്ര നല്ല ഭക്ഷണമാണ്. ഇതെല്ലാം അല്ലാഹു അറിഞ്ഞിട്ടുണ്ട് ഹുദൈറേ. ജിബ്രീൽ അലൈഹിസ്സലാമും ഹബീബായ നബിയും നിങ്ങളോട് സലാം അറിയിച്ചിട്ടുണ്ട്. ഇതാ ഹബീബായ നബി തങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയച്ചത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ സമ്മാനം സ്വീകരിച്ചപ്പോൾ മഹാനായ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കണം, വളരെ മെഹബൂബായ ഒരാൾ നമുക്കൊരു സമ്മാനം കൊണ്ടുതരാൻ, തരാൻ മറന്നുപോയി എന്ന് പറയാൻ, ഓടി വന്നിട്ട് ഇതാ ഞാൻ മറന്നുപോയത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്തായിരിക്കും ആ സന്തോഷമല്ലേ? ആരായി കൊടുത്തയക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമ്മാനം വാങ്ങിച്ചു മഹാനവറുകൾ. എന്നിട്ട് പറയാൻ, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ذكرني ربي من فوق 7 سماوات ومن فوق عرشه. അർശിന്റെ ഉടമസ്ഥനായവൻ, 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ളവൻ,
അല്ലാഹുവേ നീ എന്നെ ഓർത്തല്ലേ, വറഹിമ ജൂഇ വദുഅഫി, എന്റെ ബലഹീനതയും എന്റെ വിശപ്പും അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിച്ചല്ലേ. യാ റബ്ബ് കമാലം തൻസ ഹുദൈറാ, ഇതൊരു വല്ലാത്ത വാക്കാണ് ഈ പറയാൻ പോണത്. അല്ലാഹുമ്മ യാ റബ്ബ്, അല്ലാഹുവേ പടച്ചവനെ, കമാലം തൻസ ഹുദൈറാ, നീ ഹുദൈറിനെ മറന്നിട്ടില്ല റബ്ബേ. ഫജ്അൽ ഹുദൈറൻ ലാ യൻസാക്, അതുകൊണ്ട് ഈ ഹുദൈർ നിന്നെ ഒരിക്കലും മറക്കരുതേ. അല്ലാഹുവേ എന്റെ വിശപ്പും എന്റെ ദാഹവും നീ അറിഞ്ഞല്ലേ, നീ എന്നോട് കരുണ കാണിച്ചല്ലേ, നിന്റെ ഹബീബിനെ ഓർമ്മിപ്പിച്ചല്ലേ. പടച്ചവനെ, കമാലം തൻസ ഹുദൈറാ, ഹുദൈറിനെ നീ മറക്കാത്ത പോലെ, ഫജ്അൽ ഹുദൈറൻ ലാ യൻസാക്, ഈ ഹുദൈർ നിന്നെയും മറക്കരുത് റബ്ബേ, നിനക്കെപ്പോഴും ദിക്ർ ചൊല്ലുന്നവരാക്കേണമേ എന്ന് മഹാനായ ഹുദൈറുൽ യമനി റളിയല്ലാഹു അൻഹു ആ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ സമ്മാനം സ്വീകരിച്ചതിന് മറുപടി പറഞ്ഞു. ഈ വാർത്ത ഹബീബായ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. നബിയേ, ഇങ്ങനെയാണ് ഹുദൈർ എന്നവർ മറുപടി പറഞ്ഞത്. മുത്തനബി തങ്ങൾ ആ സ്വഹാബിയോടൊരു ചോദ്യം ചോദിച്ചു. തിരിച്ചു വന്നപ്പോഴേ സമ്മാനം കൊടുത്തു. ഹുദൈർ എന്നവർ എന്ത് പറയുന്നു എന്ന് എന്നോട് പറഞ്ഞു തരണേ തങ്ങൾ ചോദിച്ചിരുന്നു. ആ മറുപടിയാണിത്. എന്താണ് റബ്ബേ, നീ എന്നെ ഓർത്തല്ലേ റബ്ബേ, ഇനി ഞാൻ നിന്നെ എപ്പോഴും ഓർക്കുന്ന, ഞാൻ നിന്നെ മറക്കാതിരിക്കാൻ എന്നെ സഹായിക്കണേ പടച്ചവനെ. നാവിൽ അൽഹംദുലില്ലാ വരേണമേ. നമ്മുടെ ചെറുപ്പക്കാർ ബൈക്ക് ഓൺ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണമേ. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വുളൂഇലായിരിക്കണേ, ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതെ, ഒരാൾക്കും ഉപദ്രവമുണ്ടാക്കാതെ, വഴി തടസ്സപ്പെടാതെ, ഏത് യാത്രയും വാഹനം ഓടിക്കുന്നതും അടക്കമുള്ള ഇതൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാകണേ. ആശുപത്രി കിടക്കയിൽ രോഗിയായി കിടക്കുമ്പോഴേ നമ്മൾ പലരോടും ദ്വാരപ്പിക്കുമല്ലേ, പള്ളിയിലേക്ക് സംഭാവന, മദ്രസയിലേക്ക്, വഅദിലേക്ക്. രോഗം മാറിയാൽ നമ്മൾ തിരിച്ചു പോവുകയാണോ അള്ളാഹുവിനെ മറന്നുകൊണ്ട്? രോഗിയാകുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ട്. രോഗം മാറിയാൽ നമ്മൾ അള്ളാഹുവിനെ മറന്നോ? അല്ലാഹുമ്മ യാ റബ്ബ്, പടച്ചവനെ, കമാലം തൻസ ഹുദൈറാ, ഹുദൈറിനെ നീ മറക്കാത്ത പോലെ, ഫജ്അൽ ഹുദൈറൻ ലാ യൻസാക്, ഈ ഹുദൈർ നിന്നെ മറക്കരുതേ അല്ലാഹ്. ഇത് നമുക്കുള്ള ഉപദേശമാണ്. നമ്മൾ അള്ളാഹുവിനെ മറക്കല്ലേ. നമ്മൾ ഒരൽപ്പം ഒന്ന് മറന്നു കളിച്ചോ എന്ന് സംശയം. അപ്പോഴാണ് അള്ളാഹു നമ്മിലേക്ക് ഇടപെട്ടത്. നമ്മളൊന്ന് നമ്മുടെ സമ്പത്ത് കൊണ്ടും അല്ലാത്തത് കൊണ്ടും ധൂർത്ത് കാണിക്കുകയോ, നമ്മുടെ കൂടപ്പറപ്പുകളെ സമ്പത്തിന്റെ പേരിൽ അവരോട് പിണങ്ങുകയും അർഹമായത് കൊടുക്കാതിരിക്കുകയും ചെയ്തു പോയിട്ടുണ്ടോ? നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. നമ്മൾ അള്ളാഹുവിനെ മറന്നുപോയോ? പടച്ചതമ്പുരാനെ ഓർക്കാത്തവരായി മാറിയോ? യുക്തിവാദവും യുക്തിചിന്തകളും നിരീശ്വരവാദവും മുസ്ലിം ചെറുപ്പക്കാരുടെ കൽബിലേക്ക് പോലും കയറിക്കൂടിയോ? പടച്ചവനില്ല എന്ന വാദം. എന്താണിതൊക്കെ? അല്ലാഹുവേ, നീ ഹുദൈറിനെ മറന്നില്ലല്ലേ റബ്ബേ, അതുകൊണ്ട് ഹുദൈർ നിന്നെയും മറക്കരുതേ എന്ന് മറുപടി പറഞ്ഞ ഹുദൈർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചെന്ന് മറുപടി പറഞ്ഞു. നബിയേ, ഇതാണ് ഹുദൈർ എന്നവർ പറഞ്ഞത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, അമാ ഇന്നക ലൗ റഫഅത റഅസക ഇലസ്സമാ, നിങ്ങളെങ്ങാനും ആകാശലോകത്തേക്ക് തല ഉയർത്തുകയായിരുന്നുവെങ്കിൽ ലറഅയ്ത ലികലാമിഹി ദാലിക നൂറൻ സാതിആ, ആ ഹുദൈർ എന്നവരുടെ വാക്കുകൾക്ക് ആകാശലോകത്ത് ആകാശഭൂമികൾക്കിടയിൽ ആ വാക്കുകളുടെ തിളങ്ങുന്ന പ്രകാശം നിങ്ങൾക്ക് മേലോട്ട് നോക്കിയാൽ കാണാൻ കഴിയുമായിരുന്നു. ആകാശഭൂമികൾക്കിടയിൽ വെളിച്ചമായി മാറിയിട്ടുണ്ട് ആ വാക്ക്. നിങ്ങൾ ആ നേരത്ത് ഒന്ന് മേലോട്ട് നോക്കിയിരുന്നുവെങ്കിൽ ഹുദൈർ എന്നവരുടെ നാവിൽ നിന്ന് വന്ന വാക്ക്, റബ്ബേ കമാലം തൻസ ഹുദൈറാ, ഈ പാവമായ എന്നെ ആൾക്കൂട്ടത്തിനിടയിൽ മുത്തനബി ഞങ്ങൾ അറിയാതെ പോയി, പക്ഷേ നീ എന്നെ ഓർത്തല്ലേ, എന്റെ ഹബീബിനെ ഓർമ്മിപ്പിച്ചല്ലേ. ഫജ്അൽ ഹുദൈറൻ ലാ യൻസാക്, അല്ലാഹുവേ ഹുദൈർ നിന്നെ മറക്കരുതേ റബ്ബേ. എക്സാം വരുമ്പോ നിസ്കരിക്കാത്ത മക്കളെ നമ്മൾ ആലോചിക്കണം. എക്സാം ആണുമ്മാന്ന് നിസ്കാരമില്ല, അങ്ങനെയാണോ? എക്സാമിനെ കുറിച്ച് നിസ്കാരം കൂട്ടല്ലേ വേണ്ടത്? എക്സാം ഉണ്ടപ്പോ ഖുർആൻ ഓതുന്ന പതിവ്, സ്ഥിരമായി ഓതുന്ന ഒരു പേജെങ്കിലും ഖുർആൻ അതന്നില്ല. എന്തേ? നാളെ എക്സാമാണ്. പടച്ചവനെ, അള്ളാഹുലേക്ക് അടുക്കല്ലേ വേണ്ടത്? സൽക്കർമ്മം വർദ്ധിപ്പിക്കല്ലേ വേണ്ടത്? പടച്ചവനെ ഓർക്കല്ലേ വേണ്ടത്?
ഹുദൈറിനെ മറക്കാത്തവനെ ഹുദൈർ നിന്നെയും മറക്കരുതേ എന്ന് പറഞ്ഞ വാക്ക് ആകാശഭൂമികൾക്കിടയിൽ ലറഅയ്ത ലികലാമിഹി ദാലിക നൂറൻ സാതിഅൻ ബൈന അസ്സമാഇ വൽ അർള്. ആകാശഭൂമികൾക്കിടയിൽ ആ വാക്കുകൾക്ക് വളരെ മനോഹരമായ കത്തിജ്വലിക്കുന്ന പ്രകാശമുണ്ടായിരുന്നുവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ യുവജനങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. ഹബീബായ നബി തങ്ങളെ അനുകരിക്കുകയും ഹബീബിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുകയും ചെയ്ത സുമനസ്സുകൾ. സുഹൃതമാണ്, നന്മയാണ് ഈ സമർപ്പണങ്ങൾ, നന്മയാണ് ഈ ചിന്തകൾ. അല്ലാഹു നമ്മിലും അവനെ ഓർക്കുന്ന ദാക്കിരീങ്ങളാക്കി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്, ഉണരുമ്പോൾ ദിക്റുണ്ട്, വാഹനം കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്, വീട്ടിൽ കയറാൻ ദിക്റുണ്ട്. ഇനി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വലജിനാ വബിസ്മില്ലാഹി ഖറജിനാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത് പറഞ്ഞിട്ടാ വാതിൽ തുറക്കേണ്ടത്. ബിസ്മില്ലാഹി വലജിനാ, ബിസ്മില്ലാ നിന്റെ നാമം കൊണ്ട് റബ്ബേ ഞങ്ങൾ ഇതാ അകത്ത് കടക്കുന്നു. വബിസ്മില്ലാഹി ഖറജിനാ, നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്റില്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ ഞാനെല്ലാം നിന്നെ ഭരമേൽപ്പിച്ചു റബ്ബേ, നീ തരുന്ന കഴിവല്ലാതെ എനിക്കൊരു കഴിവുമില്ല അല്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ കൈവൊക്കെയാട്ടെ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. സമ്മാനമൊന്നുമില്ല, ഞങ്ങൾ ചൊല്ലിയില്ലെന്ന് സത്യസന്ധമായിട്ട് അറിയാൻ പറയാം. അൽഹംദുലില്ലാ. എല്ലാവരും ചൊല്ലിക്കോളി. ഇത് ഭയങ്കര കാവലാണ്. മലക്കുകൾ പറയും കുഫീത വവുഖീത, നിനക്ക് കാവല് കിട്ടി, നീ സുരക്ഷിതനാണ്, ഒരു പേടിയും പേടിക്കണ്ട. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ടാണ് കയറി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹി വലജിനാ, ബിസ്മില്ലാ നിന്റെ നാമം കൊണ്ട് റബ്ബേ ഞങ്ങളിതാ വീടിനകത്തേക്ക് കടക്കുന്നു. വബിസ്മില്ലാഹി ഖറജിനാ, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നത്. ബിസ്മില്ലാഹി വലജിനാ വബിസ്മില്ലാഹി ഖറജിനാ വഅലാ റബ്ബിനാ തവക്കൽനാ, ഞങ്ങൾ അല്ലാഹുവേ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു റബ്ബേ. എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുക. കുറച്ചു കാലം ഇവിടെ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് നമ്മുടെ ഫീസ് അടിച്ചു പോകുക എന്ന് വരെ അറിയാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്. എപ്പോഴാണ് അല്ലാഹു നമ്മളെ കൊണ്ടുപോകുക ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. എത്രയോ രോഗികൾ കൊല്ലങ്ങളോളം ജീവിക്കും. ഒരു രോഗമില്ലാത്ത ആള് ആക്സിഡന്റിൽ, അറ്റാക്കിൽ പെട്ടെന്ന് മരിക്കുന്നു, ഇല്ലേ? അതാണ് ഈ ലോകം. ഇവിടെ എന്ത് 99 കൊല്ലത്തേക്ക് വിസ കിട്ടിയാലും അള്ളാഹുവിൻ്റെ കണക്കിൽ ആയുസുണ്ടോ എന്ന് ആർക്കും അറിയാം? ആർക്കും അറിയാൻ പറ്റില്ല. ഉള്ള സമയം അള്ളാഹുവിനെ ഓർക്കിൻ. അല്ലാത്ത ആനന്ദങ്ങളൊക്കെ വേഗം തീരും. പാട്ടും കച്ചേരിയും സിനിമയും സീരിയലൊക്കെ അതിൻ്റെ ആനന്ദം നൈമിഷികമാണ്. പക്ഷെ ആത്മാവിന് കിട്ടുന്ന ആനന്ദം വളരെ മനോഹരമാണ്, അത് നിത്യമാണ്. അള്ളാഹു നമുക്ക് സജ്ജനങ്ങൾക്ക് നൽകുന്ന മനസ്സമാധാനം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു സയ്യിദിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ആ സയ്യിദ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരുടെ മകനുണ്ട് ഒരു അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. സയ്യിദാണ്. പക്ഷേ സജ്ജനങ്ങളുടെ പാതയിൽ വലിയ ദർശനങ്ങൾ കാണിച്ചു തന്ന ഒരു മഹാനുഭാവൻ. നമുക്കൊരുപാട് പഠിക്കാൻ പാഠമുള്ള ഒരു ജീവിതം. മദീനക്കാരനായ ഒരു സയ്യിദ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, കർബലയിലെ ഷഹീദായ ഹുസൈൻ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. വുദൂവെടുത്ത് വരുമ്പോൾ മുഖമാകെ വിവർണമാകും. ഒന്നെടുത്ത് വരുമ്പോഴേക്കും മുഖം കണ്ട് ചമക്ന്ന് ആകെ പരിഭ്രാന്തി. ആളുകൾ ചോദിക്കുന്നു യാ അബൽ ഹുസൈൻ. അവരെ കുഞ്ഞത്ത് അങ്ങനെയാണ്, യാ അബൽ ഹുസൈൻ. അവർക്ക് ഹുസൈൻ എന്ന മോനുണ്ട്. യാ അബൽ ഹുസൈൻ മാ ഹാദല്ലദീ യഅ്താദുക അനിൽ വുദൂ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ പിടിപെടുന്നത്? എന്താ നിങ്ങൾക്ക് പറ്റുന്നത്? മഹാൻ ചോദിക്കും തദറൂന
ബൈന യദൈ മൻ നഖൂം, നിങ്ങൾക്കറിയുമോ ഞാൻ ആരുടെ മുമ്പിലാണ് പോയി നിൽക്കാൻ പോകുന്നത് എന്നറിയുമോ? ആ പേടി കൊണ്ടാണ് എൻ്റെ മുഖം വിവർണമാകുന്നത്. ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്? ഒരു കോടതിയിലേക്ക് പോകും, നാളെ കേസുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തലേന്ന് ഉറക്കം തന്നെ വരൂല. പടച്ചോനെ നാളെ ഏത് കുപ്പായ ഇടുക, ഞാൻ അവിടെ നിന്ന് വിറക്കുവോ, നിങ്ങൾക്ക് പറയാൻ കിട്ടൂലേ? കുറെ ചൊല്ലിപ്പിടിച്ചിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ വരെ കോടതിയിൽ നിൽക്കണതായിരിക്കും സ്വപ്നം കാണുക, അല്ലേ? അള്ളാന്റെ മുമ്പിലല്ലേ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നമ്മളൊക്കെ നിൽക്കുന്നത്? 5 നേരം നിൽക്കണില്ലേ? നമുക്കൊരു തോന്നൽ വരാറുണ്ടോ, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് റബ്ബേ, എന്നെ പടച്ച ഈ ലോകത്തിനു മുമ്പ് ഞാൻ എന്താണ്? ഒന്നുമല്ല. അങ്ങനത്തെ എന്നെ പടച്ച മഹാനായ അദീമായ സുബ്ഹാന റബ്ബിയൽ അദീമ ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, ഉന്നതനായ മഹോന്നതനായ അല്ലാഹുവേ ഞാൻ നിന്റെ മുമ്പിലാണ്. നമുക്ക് പേടി വരണ്ടേ? എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്ക്? നമ്മുടെ മുമ്പിൽ, മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം 5 നേര നിസ്കാരങ്ങളിലെ 3 മിനിറ്റ് 4 മിനിറ്റ് മാക്സിമം. 5 മിനിറ്റൊക്കെ നിസ്കരിച്ച കമ്മിറ്റിക്കാർ പുറത്താക്കും ഉസ്താദിനെ. 3 മിനിറ്റൊക്കെ നിസ്കാരം, 2.5 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്. ആ 4 മിനിറ്റ് അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം, അല്ലേ? 3 മണിക്കൂർ സിനിമ കാണുന്നുണ്ട്, ഒരൊറ്റ ഹർഫും വിട്ടുപോണില്ല, എല്ലാ കഥയും അറിയും, എല്ലാ രംഗവും ഓർമ്മയുണ്ട്, സീരിയലൊക്കെ ഓർമ്മയുണ്ട്. എന്താണ് ഇരുത്തണിരുന്ന ഉമ്മയൊക്കെണ്ട്, അല്ലെങ്കിൽ പെങ്ങള്, അല്ലെങ്കിൽ വീട്ടുകാർ പെണ്ണുങ്ങള്, സീരിയലിന്റെ മുമ്പിലിരുന്ന അതിഥികൾ വരുന്നവരെ പ്രാന്ത, വാതിൽ പൂട്ടി ഇവിടെ ആളില്ലട്ടോ, എന്താ ഈ സീരിയലിന് കഴിഞ്ഞോട്ടെ, അതിന് ഇടക്ക് വന്നാൽ മുവാലാത്തും തർത്തീബൊക്കെ നഷ്ടപ്പെടും. സുബ്ഹാന ജല്ല ജലാലു. നമുക്കെന്താ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തക്ബീർ ചൊല്ലുന്ന ഒരു 3 മിനിറ്റ് അള്ളാഹിനെ മാത്രം ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇശാ നിസ്കരിച്ചു, ആ ഒരു 3-4 മിനിറ്റ്, ഞാൻ 5 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് എന്ന് കൂട്ടാ, ആ നിസ്കരിച്ച അല്ലാഹു അക്ബർ മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇതിനിടയിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര മുസല്ലി നിസ്കരിക്കുന്ന ആള് നമ്മുടെ കൂട്ടത്തിലുണ്ട്? അള്ളാഹിനെ മാത്രമേ ഓർത്തിട്ടുള്ളൂ. അല്ലാത്ത മുഴുവൻ ഓർത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അള്ളാഹിനെ മാത്രം ഓർമ്മ വന്നിട്ടുണ്ടാവില്ല, അല്ലേ? അതല്ലേ നമ്മുടെ അവസ്ഥ. എന്നിട്ട് നമ്മൾ പറയാം മുസ്ലിമാൻ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളെ. എന്ത് നിസ്കാരം? അള്ളാഹിനെ പറ്റി ഓർക്കണേ അല്ലേ, പിന്നെ എന്ത് നിസ്കാരം? അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അള്ളാഹ് നോക്കുന്നത്, നമ്മൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. പിന്നെ എത്ര കാലം ഇപ്പം അങ്ങനെ കഴിഞ്ഞുപോയി. എന്താ ഇപ്പം നമ്മുടെ നിസ്കാരത്തിന് അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഓഫീസറുടെ മുമ്പിൽ ഒരു അപേക്ഷ കൊടുക്കാൻ, ഓഫീസറെ മുഖത്ത് നോക്കാതെ അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്ത ആളെ സ്വീകരിക്കുമോ? നിങ്ങളുടെ മെമ്മോ, നിങ്ങളുടെ റിക്വസ്റ്റ് സ്വീകരിക്കുമോ? ഇല്ല. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അള്ളാഹിനെ മാത്രം ഓർക്കണില്ല, ബാക്കിയൊക്കെ ഓർക്കുന്നുണ്ട്. എന്താ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ? അതദറൂന ബൈന യദൈ മൻ നഖൂം, നിങ്ങൾക്കറിയുമോ ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത്? എൻ്റെ വുദൂഓടുകൂടെ ഞാൻ നിൽക്കാൻ പോകുന്നു നിസ്കരിക്കാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് എൻ്റെ മുഖത്തിങ്ങനെ രൂപം മാറുന്നതെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, അലി ഇബ്നുൽ ഹുസൈൻ നിങ്ങൾ പറയാ, പേടി കൊണ്ടാണ് അള്ളാഹിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോണത് എന്ന്. യാ അല്ലാഹ്, മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ തീ പിടിച്ചു. ആഗോള മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്നൊക്കെ വെറുതെ ചർച്ച ചെയ്യണ്ട. ആഗോളം പോട്ടെ, സ്വന്തം വീടിനുള്ളിലെ പ്രശ്നം മാത്രം പരിഹരിച്ചാൽ മതി. നമ്മുടെ പള്ളിക്കുള്ളിൽ നമുക്ക് അള്ളാഹുവിനെ പറ്റി ഓർക്കാൻ കഴിയുന്നുണ്ടോ? അള്ളാഹുവിനെ പറ്റി ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വിഭാഗത്തെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായി നിന്നാൽ മതി. ബാക്കി വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും. സ്വാലിഹീങ്ങളെ ആരേറ്റെടുക്കും? വല്ലാഹു യതവല്ല സ്വാലിഹീൻ. നമ്മൾ സ്വാലിഹായാൽ മതി, സ്വാലിഹീങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും. നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയണം, റബ്ബിനെ ഓർക്കാൻ കഴിയണം. അള്ളാഹുവേ, വീടിന് തീ പിടിച്ചു. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ എന്നവർ ആ വീടിന്റെ ഉള്ളിൽ നിസ്കാരത്തിലെ സുജൂദിലാണ്. വീട് തീ പിടിച്ച് കത്താണ്. ആളുകൾ വിളിച്ചു പറഞ്ഞു, യബ്ന റസൂലില്ലാഹ് അന്നാർ അന്നാർ, യബ്ന റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മോനെ, റസൂലുള്ളാഹിന്റെ മോനെ, തീയുണ്ട് തീയുണ്ട്, ഇറങ്ങി ഓടി വരിൻ, ഇറങ്ങിക്കോളൂ, ഓടിക്കോളൂ, തീയുണ്ട്. സുബ്ഹാനല്ലാഹ്. തീ അണക്കപ്പെടുന്നവരെ സുജൂദിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ കിടന്ന സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി
ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം ഉടമസ്ഥനായ അല്ലാഹുവേ, അഅലയായ റബ്ബേ, ഞാൻ നിൻ സൃഷ്ടിച്ച ഭൂമി എന്ന ചെറിയ ഗോളം, അതിന്റെ പച്ച മണ്ണിൽ നീ തന്ന ശരീരത്തിന്റെ എന്റെ നെറ്റിത്തടമെന്ന ഒരു ചെറിയ ഭാഗം നിനക്ക് വേണ്ടി മണ്ണിൽ കുത്തിവെച്ച് ഞാൻ പറയുന്നു, സുബ്ഹാന റബ്ബിയൽ അഅല. എല്ലാറ്റിനേക്കാളും സർവ്വതിനേക്കാളും സർവോന്നതനായ അല്ലാഹുവേ, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. സുജൂദിൽ കിടന്ന് പറയുന്ന ദിക്റാണത്. തീ അണഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ആളുകൾ ചോദിച്ചു, മല്ലദി അൽഹാക അൻഹാ. അലി ഇബ്നുൽ ഹുസൈനെ തങ്ങളെ, ഞങ്ങൾ ഇങ്ങനെ നിലവിളിച്ചു പറഞ്ഞിട്ടും നിങ്ങൾ എന്തേ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാതിരുന്നത്? ഖാല അൽഹത്നി അൻഹൻ നാറുൽ ഉഖ്റാ. പരലോകത്ത് അല്ലാഹു നൽകുന്ന തീയാണ്, നരകത്തിന്റെ തീ ഓർത്തപ്പോൾ എനിക്ക് എന്റെ നിസ്കാരം വിട്ട് ഓടാൻ കഴിഞ്ഞില്ല എന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. പടച്ചോനെ, എന്താ പോയി പറയണതൊക്കെ? തീ പിടിച്ചിട്ടേ ഒന്നും പറയാനില്ല. തീ പോട്ടെ, നമ്മൾ കൊതുക് വന്ന അറിയാണ്, ലൈറ്റ് ഫാൻ ഓഫായ അറിയാണ്. റോട്ടിൽ ആരെങ്കിലും സിന്ദാബാദ് വിളിക്കുകയാണെങ്കിൽ അറിയാതെ നിസ്കാരത്തിൽ സിന്ദാബാദ് വിളിച്ചു പോവുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ബോധമല്ല, നിസ്കാരത്തിലാണോ എന്നറിയില്ല. അൽഹത്നി അൻഹൻ നാറുൽ ഉഖ്റാ. ദുനിയാവിലെ ഈ തീയിനെക്കാളും 70 മറ, 70 തവണ ഖനമുള്ള നരകത്തിന്റെ തീ ഓർത്തപ്പോൾ എനിക്കെന്റെ നിസ്കാരത്തിലെ ഏറ്റവും മധുരമേറിയ സുജൂദിൽ നിന്ന് തലയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ഹബീബിന്റെ പേരക്കുട്ടിയായ അലി ഇബ്നുൽ ഹുസൈൻ എന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഹുസൈൻ എന്നവരുടെ മകൻ അലി റളിയല്ലാഹു അൻഹു. സൽസ്വഭാവമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ ജനങ്ങളോട് മുഴുവനും നല്ല നിലയ്ക്ക് പെരുമാറും. സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവില്ല. ഇബാദത്ത് റെഡിയായി കഴിഞ്ഞാൽ സ്വഭാവം നന്നാവും. സ്വഭാവം നന്നാകുമ്പോൾ വാക്കുകൾ നന്നാവും. വാക്കുകൾ നന്നാകുമ്പോൾ ബന്ധങ്ങൾ നന്നാവും. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മഹാനവറുകളെ ചീത്ത പറയുന്നുണ്ട് ഒരാളെന്ന് കേട്ടപ്പോ അലി ഇബ്നുൽ ഹുസൈൻ എന്നവരെ പറഞ്ഞു, എന്നെപ്പറ്റി ചീത്ത പറഞ്ഞ ആള് ആരാണ്? അയാൾ എവിടെയാണ്? അയാൾ പറഞ്ഞു, ഇന്നാലിന്റെ സ്ഥലത്താണ്, നമ്മളെ തൊട്ടടുത്ത മഹല്ലിലാണ്. നിനക്ക് അയാളുടെ വീട് അറിയോ? അറിയും. നമ്മ പോവല്ലേ? ആ പോവാ. കൂടെ പോയി. ഫോണിൽ വിചാരിച്ചു ഇത് പ്രതികാരം ചോദിക്കാൻ വേണ്ടി പോവാണ്. നിന്നെ വാട്സപ്പും ഫേസ്ബുക്ക് ആയതുകൊണ്ട് ഉരുളക്കുപ്പേരി അപ്പം തന്നെ മറുപടി വരും. പക്ഷെ പണ്ട് അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ നേരിട്ട് പോയിട്ട് പറയണം, കേൾക്കണം. അപ്പൊ പിന്നെ പോവാണ്. മറുപടി കൊടുക്കാൻ എന്തിനാണ് ഈ പോകുന്നത് എന്നാണ് അത്ഭുതം. നമ്മളൊക്കെ പറയില്ല, ഓൾ അത് പറഞ്ഞു, മറ്റോൾ ഇത് പറഞ്ഞു, ഓൾ ആ ഗ്രൂപ്പിൽ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞോലോ, മറ്റേ ഗ്രൂപ്പിൽ. ആകെ ഗ്രൂപ്പാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. സുബ്ഹാനല്ലാഹ്. ചെന്നു, വാതിൽക്കൽ മുട്ടി. ഏതോ ഒരാളാണ് ഈ മഹാനെ കുറ്റം പറഞ്ഞതാണ്. ആരും മനുഷ്യന്മാരാരും വെറുതെ വിടൂലല്ലോ. എത്ര നല്ല ആൾക്കാരാണെങ്കിലും കുറ്റം പറയാൻ ഒരാളെങ്കിലും ഉണ്ടാവും. ദുന്യാവിന്റെ സ്ഥിതി അങ്ങനെയാണ്. മുത്തനബി ഞങ്ങളെ ചീത്ത പറഞ്ഞില്ലേ, ഉത്ബയും റഖബയും ഉമയ്യത്തൊക്കെ. പിന്നെപ്പോ എന്താ? അഷ്റഫുൽ ഖൽഖല്ലേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹാദാ, ഏ സഹോദരാ, ഇൻ കാന മാ ഖുൽത ഫിയ ഹഖ്ഖാ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറഞ്ഞ എന്റെ കുറവുകള്, എന്റെ ന്യൂനത, ഞാൻ ചെയ്ത തെറ്റ്, അത് ശരിയാണെങ്കിൽ, അത് ഹഖാണെങ്കിൽ, ഫഗഫറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ പറഞ്ഞത്, എന്നെ പറ്റി പറഞ്ഞത് പച്ച നുണയാണെങ്കിൽ, ഫഗഫറല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്കും പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പോന്നു. ഇതിനാണ് പോയത്. ഇതൊക്കെ ഇപ്പം ആർക്കാ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒരു കേൾക്കുമ്പോഴേക്കും മടക്കുത്തി ഓടാണ്, കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞു കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. മാപ്പ്, സർവത്ര മാപ്പ് കൊടുക്കുക. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞത് സത്യമാണെങ്കിൽ അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ, നിങ്ങൾ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അല്ലാഹു തരട്ടെ എന്ന് പറഞ്ഞ സയ്യിദാന അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവർ തങ്ങന്മാര് തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഹസൻ എന്നവരുടെ മകനുണ്ട്, ഹസൻ ഇബ്നുൽ ഹസൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് ഹസൻ.
ഹസൻ ഇബ്നു ഹസൻ എന്നാണ് പേര്. ഹസൻ ഇബ്നു ഹസൻ എന്നവരും അലി ഇബ്നു ഹുസൈൻ എന്നവരും എളാപ്പ മൂത്താപ്പ മക്കള്. ഒരു അലിയാണ്, ഒരു ഹസനാണ്. ഒന്ന് ഹസൻ ഇബ്നു ഹസൻ, ഹസൻ എന്നവരുടെ മകൻ ഹസൻ, മറ്റേത് ഹുസൈൻ എന്നവരുടെ മകൻ അലി. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോ മഹാനായ അലി ഇബ്നു ഹുസൈൻ എന്നവരെ ഹസൻ ഇബ്നുൽ ഹസൻ എന്നവര് കുറച്ച് വല്ലാണ്ട് ദേഷ്യത്തിൽ മോശപ്പെട്ട് സംസാരിച്ചു. യാ അല്ലാഹ്, പള്ളിയിൽ വന്നിട്ടാ സംസാരിച്ചത്. കുറേ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മറുപടി പറഞ്ഞില്ല. മഹാനായ സയ്യിദ് അവറുകൾ ഒന്നും മറുപടി പറഞ്ഞില്ല. ഹസൻ എന്നവര് പോയപ്പോ രാത്രി ഒറ്റക്ക് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ചെന്നു, യാ അഖീ, നിങ്ങൾ എന്റെ സഹോദരനാണ്, എന്റെ എളാപ്പാന്റെ മോനാണ്, എന്റെ മൂത്താപ്പയുടെ മകനാ നിങ്ങള്, എന്റെ മൂത്താപ്പാന്റെ മോനാണ്. യാ അഖീ ഇൻ കുൻത സ്വാദിഖാ, എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ ശരിയാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അത് ശരിയല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ ആൾക്കൊന്നും ഏശിയില്ല. മഹാനായ ഹസൻ ഇബ്നുൽ ഹസൻ എന്നവര് അങ്ങോട്ട് ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ ഇത്രമേൽ ചീത്ത വിളിച്ചിട്ട് ഇതാണോ എന്നോട് മറുപടി പറയുന്നത്? ഇറങ്ങി വന്നു, പിന്നാലെ വന്നിട്ട് പറഞ്ഞു, അലിയാരെ എന്നോട് പൊറുക്കണേ, അലി ഇബ്നുൽ ഹുസൈൻ, അങ്ങനെക്ക് മാപ്പ് തരണം, അങ്ങനെക്ക് മാപ്പ് തരണം. മഹാനവൾ പറഞ്ഞു, അൻത ഫീ ഹിൽ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നു, നിങ്ങൾക്ക് ഞാൻ എല്ലാം പൊരുത്തപ്പെട്ടു. അതാണ് സയ്യിദായ അലി ഇബ്നുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഒരു സജ്ജനങ്ങളുടെ സ്വഭാവവും സജ്ജനങ്ങളുടെ ഗുണവും നമ്മുടെ സ്വഭാവങ്ങളിൽ, ജീവിതങ്ങളിൽ കാണുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക. മഹാനവറുകൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഹ്സിന ഫിയ ലവാമിഅൽ ഉയൂൻ, അൻ തുഹ്സിന ഫി ലവാമിഅൽ ഉയൂൻ അലാനിയതി വതുഖബ്ബിഹ സരീറതി. അല്ലാഹുവേ, ജനങ്ങൾ കാണുന്നിടത്ത് ഞാനൊരു നല്ല മനുഷ്യനും ജനങ്ങൾ കാണാത്തിടത്ത് ഞാൻ തെറ്റ് ചെയ്യുന്നവനുമായി മാറിപ്പോവരുതേ റബ്ബേ. ജനങ്ങളുടെ മുമ്പിൽ നല്ല ആള്, പക്ഷേ ഒറ്റക്കായാൽ ആരാരും കാണില്ല എന്ന് തോന്നിയാൽ തെറ്റ് ചെയ്യുന്ന ആളായിട്ട് റബ്ബേ ഞാൻ മാറിപ്പോവരുതേ. എത്ര മനോഹരമായ ദുആയാണത്. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഹ്സിന ഫീ ലവാമിഇൽ ഉയൂനി അലാനിയതി. ജനങ്ങൾ കാണുന്നിടത്ത്, ജനങ്ങളുടെ മുഖത്തിന്റെ മുമ്പിലെത്തുമ്പോൾ എന്റെ പരസ്യമായ ജീവിതം നല്ല ജീവിതമാവുകയും എന്നാൽ എന്റെ രഹസ്യമായ ജീവിതം മോശമായി പോവുകയും ചെയ്യുന്നത് അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. അല്ലാഹുമ്മ കമാ അസഅതു, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തപ്പോ വഅഹ്സൻത ഇലയ്യ, അപ്പോഴെല്ലാം നീ എന്നോട് നന്മ ചെയ്യുകയായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും, ഞാൻ അരുതാത്തത് പറഞ്ഞപ്പോഴും കണ്ടപ്പോഴും ചിന്തിച്ചപ്പോഴും എന്റെ തലച്ചോറ് രക്തം കട്ടയാവാതെ സൂക്ഷിച്ചവൻ, എന്റെ കണ്ണിന്റെ റെറ്റിനയെ അപകടത്തിൽ നിന്ന് കാത്തവൻ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുത്തില്ല. എന്റെ കണ്ഠനാളത്തിലെ ഞരമ്പുകൾ, എന്റെ ശരീരത്തിലെ കൈകാലുകളിലെ പേശികൾ, ഇതൊന്നും ഞാൻ തിന്മയിലേക്ക് നടന്നു പോയപ്പോൾ നീ എന്നിൽ നിന്ന് തിരിച്ചെടുത്തിട്ടില്ല. അല്ലാഹുവേ ഫഇദാ ഉത്തു ഫഉദ് അലയ്യ, അല്ലാഹുവേ ഇനി എങ്ങാനും ഞാൻ തെറ്റിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നിന്റെ ഇഹ്സാൻ, നിന്റെ നന്മ എന്നിലേക്ക് തിരിച്ചു വരേണമേ. നീ അങ്ങനെയാണല്ലോ എന്നോട് പെരുമാറിയത് എന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധമാണത്. മുഅ്മിനെ, അല്ലാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അഹിബ്ബുല്ലാഹ്, തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിനെ ഒരു കോത്താമ്പേയി കൊണ്ടടക്കരുത്. അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഞാൻ അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും നബിയെ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണമേ, അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണമേ. എങ്ങനെ? നിങ്ങൾ എന്നെ സ്നേഹിക്കണം. എന്തേ? അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. എന്തേ? അവനാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നത്. ഈ ജീവിതം, കയ്യും കാലും ശരീരവും മൂക്കറ്റ് നടന്നാൽ പോരെ, ഓക്സിജന്റെ പാക്കൊന്നും കൊണ്ടുനടക്കണ്ടല്ലോ. വായുവിൽ അല്ലാഹു ഓക്സിജൻ വെച്ചിട്ടില്ലേ? ഓക്സിജൻ ഉണ്ടോ ഇല്ലേ സംശയമാണ്. എല്ലാവരും പാക്കറ്റിട്ട് ഇറങ്ങേണ്ടി വരില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്സിജൻ പാക്കറ്റ്, അതിനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ എവിടെയൊക്കെ നടക്കുന്നു, ഒരു മൂക്കേ കയ്യിലുള്ളൂ അല്ലേ, ദേഹത്തുള്ളൂ, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലേ?
വെള്ളം തന്നില്ലേ അള്ളാഹു, ജീവവായു തന്നില്ലേ, ചുറ്റുപാടുകൾ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നില്ലേ. നീ അള്ളാഹുവിനെ സ്നേഹിക്കണേ. പടച്ചവനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മഹാനവറുകൾ, മഹാന്റെ ഒരു വാക്കുണ്ട് അലി ഇബ്നു ഹുസൈൻ തങ്ങളുടെ, അജിബ്തു ലിമൽ മുതകബ്ബിരിൽ ഫഖൂർ, അഭിമാനം നടിച്ച് അഹങ്കരിക്കുന്നവനെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്നലെ വരെ ദുർഗന്ധമുള്ള ഒരു നുത്ഫയായിരുന്നില്ലേ, ബീജകണമായിരുന്നില്ലേ ഈ മനുഷ്യൻ. നാളെയാണെങ്കിലോ ചീഞ്ഞു മാറാൻ പോകുന്നവൻ. ഇവൻ എന്തിനാണ് ഈ അഹങ്കരിക്കുന്നത്? യാ അല്ലാഹ്, അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുന്നവര്, ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തണം എന്ന് പറയുന്ന കറുത്ത മനസ്സുള്ള ന്യൂനപക്ഷമുള്ള വിരലെണ്ണാവുന്ന ആളുകൾ ഈ രാജ്യത്തെ ആലോചിച്ചു നോക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു ഇന്ദ്രിയ കണമായിരുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. നാളെ ചീഞ്ഞ് നാറുന്ന ശവമാണ് അല്ലേ? അതിനിടയിൽ ഈ അഹങ്കാരമൊക്കെ പറയണോ? ആരോടാ ഇതൊക്കെ? എത്ര കാലമാണ് നിങ്ങൾ ഇനി എല്ലാവരും അട്ടിപ്പായിപ്പിച്ചാൽ ഇവിടെ എത്ര കാലം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? 50, 60 അത് കഴിഞ്ഞാൽ വരണം വിചാരണക്ക്. അവിടെ വെച്ച് കാണാം. മൗഇദുക്കും യൗമുസ്സീന എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കണക്ക് പറഞ്ഞ് ഞങ്ങൾ നീതി വാങ്ങിക്കും. ഇതാണ് സത്യവിശ്വാസിക്ക് പറയാനുള്ളത്. ഒരു ചുക്കും ഒരാളും ഒന്നിനെയും ഇവിടെ പേടിക്കേണ്ടതില്ല, സർവശക്തനെയല്ലാതെ, അള്ളാഹുവിനെയല്ലാതെ. ഇൻ തദ്ഹകൂ മിന്ന ഇൻ തസ്ഖറൂ മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. നിങ്ങൾ കളിയാക്കാണല്ലേ, അതിനൊക്കെ പകരം ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ തണലിൽ നിങ്ങളോട് ഞങ്ങൾ പ്രതികാരം പറയും എന്ന് വിശ്വാസികൾ കൊടുത്ത മറുപടിയുണ്ട്. അതേ നമുക്ക് പറയാനുള്ളൂ. സൽബുദ്ധി ഉണ്ടാവട്ടെ, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കലാപമുണ്ടാക്കി ഈ സമുദായം കലാപകാരികളാണ് എന്ന് പറഞ്ഞു വെക്കാൻ ഇടം കിട്ടാൻ കാത്തിരിക്കുക. തീപ്പൊരികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു തീയായി പടരാൻ അതിന് നമ്മൾ സമ്മതിക്കരുത്. സമാധാനത്തിന്റെ കൂടെ നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടതില്ല. നമ്മുടെ ഹബീബ് ഇതിലും വലുത് കണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉപദേശവും അതാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ ക്ഷമ കൈകൊള്ളണം, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വരും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയാൻ, വഅജിബ്തു കുല്ലൽ അജബ്, ഞാൻ അത്ഭുതപ്പെടുന്നു എൻ്റെ അത്ഭുതമായ അത്ഭുതം മുഴുവനും, ലിമൻ ശക്ക ഫില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് സംശയിക്കുന്നവനെ കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. വഹുവ യറാ ഖൽഖഹു, ഈ സൃഷ്ടികളെ മുഴുവൻ അവന്റെ കണ്ണിൽ അവന് കാണാൻ കഴിയുന്നു. ഈ സൃഷ്ടികളൊക്കെ മുമ്പിലുണ്ടായിട്ട് അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കുന്ന യുക്തിവാദിയെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അലി ഇബ്നുൽ ഹുസൈൻ തങ്ങൾ പറയാൻ, ഈ സൃഷ്ടിജാലങ്ങൾ ഇത് ആരുണ്ടാക്കി? നീ പറയേ, ആരുണ്ടാക്കി? 10 ദൈവങ്ങളോ? ഒരു രാജ്യത്തിന് 10 പ്രസിഡന്റ് ഉണ്ടാകാൻ പറ്റുമോ? ഒരു രാജ്യത്തിന് 10 പ്രസിഡന്റുമാര് 10 രാജാക്കന്മാര് പറ്റുമോ? ഒന്നല്ലേ പറ്റൂ. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ്, അതാണ് ഇസ്ലാം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതാരുണ്ടാക്കി? നീ പറയേ. ജീവൻ എവിടുന്ന് വന്നു? ശാസ്ത്രത്തിന് മറുപടിയില്ല. എവിടുന്ന ജീവഗണം വന്നത്? ചില പറഞ്ഞു സ്പേസ് എന്ന്, ചില പറഞ്ഞു മണ്ണിനുള്ളിൽ നിന്ന്, ചില പറഞ്ഞു സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന്, ചില പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ നിന്നുണ്ടായി ജീവൻ. Where did the life come into being? There is no proper answer. എന്തുകൊണ്ട്? They have no idea. അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ശാസ്ത്രകാരന്മാർക്കറിയില്ല എവിടുന്ന് ജീവൻ ഉണ്ടായി, ആരാ ജീവൻ ഉണ്ടാക്കിയത്. DNA മനുഷ്യ ശരീരത്തിനുള്ളിലെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം മുതൽ എല്ലാം നിർണയിക്കുന്ന കോഡ് ഭാഷയാണ്. വെറും ഭാഷയല്ല, പ്രാഗ്മാറ്റിക് അല്ലാതെ കൃത്യമായ വളരെ അർത്ഥവത്തായ കോഡിങ്ങുകളാണ് DNA എന്ന് പറയുന്നത്. അത് വെറുതെ ഉണ്ടാവില്ല. DNA എവിടെ നിന്നുണ്ടായി? There should be an intelligent mastermind behind. അല്ലാതെ ഉണ്ടാക്കാൻ പറ്റൂല. എവിടുന്ന് ജീവൻ ഉണ്ടായി? പ്രോട്ടീൻ എവിടെ നിന്നുണ്ടായി? റിബസോംസ് എവിടെ നിന്നുണ്ടായി? പ്രോട്ടീന്. കോഴിയാതെ അതിന് മുട്ട ഉണ്ടായെന്ന് ചോദിച്ച പോലെ ആയിപ്പോയി. ഉത്തരമില്ല. ആരുണ്ടാക്കി? സൃഷ്ടിച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കു നബിയേ. ഇതാണ് ഖുർആനിലെ ആദ്യത്തെ വചനം. ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ കണ്ടിട്ട് പടച്ചോല്ല എന്ന് പറയേ. യുക്തിവാദി ഇങ്ങനെ
വീമ്പിളക്കി പറയുമ്പോൾ കേക്ക് നിന്നൊടുക്കേ, തലാട്ടി കൊടുക്കേ, അതിന് തംസപ്പ് കൊടുക്കേ, അതിന് ലൈക്ക് കൊടുക്കേ. അജിബുച്ചു കുല്ലൽ അജബ്. ഞാൻ എൻ്റെ അത്ഭുതം മുഴുവനും അത്ഭുതപ്പെടുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ വായിക്കാൻ കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യനെയാണ്. അജിബുച്ചു കുല്ലൽ അജബ്. ഞാൻ എൻ്റെ അത്ഭുതം മുഴുവൻ അത്ഭുതപ്പെടുന്നത് ലിമൻ അൻകറൻ നശ്അതൽ ഉഖ്റാ വഹുവ യറൻ നശ്അതൽ ഊലാ. മനുഷ്യൻ മരിച്ചുപോയതിനു ശേഷം പരലോകമുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോൾ നാളത്തെ